നമ്മളെ ഒരാൾ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾക്കാണ്. കാരണം നമ്മൾ ആ വ്യക്തിയെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരാളെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ടോ അല്ലെങ്കിൽ ജീവിക്കുന്ന അവസ്ഥയുമായിട്ടോ ബന്ധമില്ല. അതായത് നമുക്ക് യാതൊരു സത്യസന്ധതയും ഇല്ല നമ്മളോട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ഒരാൾക്ക് സാധിക്കുമെന്നുള്ള ഭാഗത്ത് നമ്മൾ വിശ്വസിച്ച് പോണത്. അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ കാണാനും ഗ്രഹിക്കാനും അറിയാനുമുള്ള കപ്പാസിറ്റി നമ്മളുടേതാണ്. ആ വ്യക്തിയെ വിശ്വസിക്കുന്നതിന് പകരം ആ വ്യക്തിയുടെ പ്രസൻസിൽ നമ്മളെ അനുഭവിക്കുന്ന ഒരവസ്ഥ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. അതിന് നമുക്ക് സ്ഥാനം കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? അയാൾ ഇന്നതാണ്, അല്ലെങ്കിൽ അയാൾ എൻ്റേതാണ്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ കൂടെയുള്ള ആളാണ്, അയാളൊരു ബിസിനസ് ചെയ്യാൻ കഴിവുള്ള ആളാണ്. ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് മറ്റൊരാളിൽ നമ്മൾ പെട്ടുപോണത്. അപ്പോൾ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ വൃത്തികെട്ടവനാണ്, അവൻ ശരിയല്ല, അവൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാലം ആ കാര്യങ്ങൾ പോലും മൂടി വെക്കാനുള്ള അവസ്ഥ എന്തുകൊണ്ടാണ്? നമ്മളിൽ ആ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ. തെറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ അത് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ കഴിവുകേടല്ലേ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരാളെ ആശ്രയിക്കുന്നത് അതവിടെ പെർഫെക്റ്റ് ആയിരിക്കും. അവിടെ ഒരു ചീറ്റിംഗ് പോസിബിൾ അല്ല.